ഹലോ ഗായ്സ്, അപ്പം ബബിൾട്ടിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എത്ര നാളായില്ലേ ഗൈസ് നമ്മൾ കണ്ടിട്ട്. ബബിളിൻ്റെ ഗെയിമിംഗ് ചാനൽ ഇച്ചിരി ബിസി ആയിപ്പോയി. എൻ്റെ സ്കൂളൊക്കെ തുറന്നു ഗൈസ്. ഞാൻ ഇപ്പോൾ +1 അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക, ഒന്ന് ഗെയിമൊക്കെ ഇട്ടൊന്ന് ഉഷാറാക്കാമെന്ന്. സോറി ഗൈസ്, ക്യാമറ തിരിഞ്ഞു. ഇത് വന്നിട്ട് യൂറോ ട്രക്ക് സിമുലേറ്റർ 2 ആണ് ഗൈസ്. ഇത് ലേറ്റസ്റ്റ് വെർഷനാണ്. 1.16 എന്ന് പറഞ്ഞിട്ടൊരു വെർഷനാണ്, പുതിയ വെർഷനാണ്. ഞാൻ ബൈ ചെയ്തൊക്കെയാണ് ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ അനിയത്തിക്കുട്ടി ഒന്ന് ശല്യപ്പെടുത്താതിരിക്കാൻ അവളെ പറഞ്ഞു വിട്ടാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോബ് ചെയ്യുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഏകദേശം എന്താ പറയുക, ഒരു ജോബിൻ്റെ നമ്മൾ മട്ടിലെടുത്തിട്ടുണ്ട്. നമ്മൾ സ്കാനിയയുടെ വണ്ടിയാണ് ഓടിക്കാൻ പോകുന്നത്. സ്കാനിയയുടെ വണ്ടി, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്കാനിയയുടെ വണ്ടിയാണ്. നല്ല അടിപൊളി വണ്ടിയാണ് ഗൈസ്. നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഏകദേശം 1 ഇയർ ആയി. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ട്, നമ്മൾ യൂറോ ട്രാക്കിൻ്റെ ഗെയിമിൻ്റെ വീഡിയോ ഇട്ടിട്ട് 1 ഇയർ ആയി. അപ്പം നമുക്ക് എന്തുവാ, അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയൊരു വീഡിയോ യൂറോ ട്രാക്കിന് തന്നെ ഇടാമെന്ന്. ആദ്യമൊക്കെ ഇട്ട് നമ്മൾ കേരള മാപ്പിൻ്റെ ഒക്കെ ആഡ് ചെയ്തതാണ്. കാരണം ഇതിൻ്റെ പുതിയ ഡെസ്ക്ടോപ്പാണ് ഗൈസ്. അപ്പം അതുകൊണ്ടൊക്കെ എനിക്ക് എന്താ പറയുക, അതിൻ്റെയൊക്കെ മാപ്പൊക്കെ മിസ്സായിപ്പോയി. ഇനി വേണം നമ്മൾ അടുത്ത വീഡിയോ ഒക്കെ നമ്മൾ സെറ്റാക്കും, ഉറപ്പാണ്. സുമത്ര മാപ്പൊക്കെ നമ്മൾ സെറ്റാക്കും. നമ്മൾ KSRTC ഒക്കെ നമ്മൾ ട്രിപ്പ് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. നമ്മൾ ജോബ് എടുത്തു. 2 മണിക്കൂർ 19 മിനിറ്റാണ് നമുക്ക്. 159 കിലോമീറ്ററാണ് നമുക്ക് ഓട്ടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കും. കാരണം വെച്ചാൽ നമുക്ക് ഇത്രയും സ്ട്രെച്ച് ഉള്ളിൽ നമുക്ക് ഓട്ടിക്കാൻ ഒക്കത്തില്ല. അപ്പം നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, ബോട്ടിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സ്കാനിയുടെ പഴയ ഒരു മോഡൽ വണ്ടിയല്ല, പുതിയൊരു മോഡൽ വണ്ടിയല്ല. പഴയതിൻ്റെയും പുതിയതിൻ്റെ ഇടയ്ക്കായിട്ടുള്ളൂ. പുതിയ വണ്ടിയുടെ മോഡൽ, സ്കാനിയുടെ പുതിയ വണ്ടിയാണെങ്കിൽ ഈ ഡിജിറ്റൽ മീറ്ററൊക്കെയാണ് കേട്ടോ വരുന്നത്. അതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഹാൻഡ് ബ്രേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിപ്പം പോയാലോ. ഓക്കെ, ഞാനിപ്പോൾ പതുക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊഴി പോകണം? ഇതുവഴി കറങ്ങി പോകാൻ നോക്കുമോ? ഒരു മിനിറ്റ്. ഇല്ല ഗൈസ്, നമുക്ക് ഇതുവഴി കറങ്ങി പോകാൻ നോക്കില്ല. നമുക്ക് ഇതുവഴി തന്നെ പോകാം. ഓക്കെ, നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, ഈ സ്കാനിയുടെ വണ്ടിക്കുള്ളത് ഗൈസ്, സ്റ്റീറിങ് ഒരു സ്മൂത്ത് ഉള്ളത്. ബാക്കി വണ്ടിക്ക് ഒരു സ്മൂത്തും ഇല്ല ഗൈസ്. അത് ഞാൻ ഓട്ടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി. ഒരു സ്മൂത്ത് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല അതിനകത്ത്. കാരണം പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന ഗൈസ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് ക്യാഷ്ലെസ് ചെയ്തോട്ടെ. എന്തുവാ, നമ്മൾ ഇപ്പം മൗസ് അനങ്ങിയപ്പോൾ ഒന്ന് പോയായിരുന്നു. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, പോവാം നമുക്കെന്നാ. ഞാൻ മൗസ് എന്താ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ജേണി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഏകദേശം ഇപ്പം രാത്രിയാണ്. നമുക്ക് ലൈറ്റൊക്കെ ഇട്ടും പോകണം എന്നാണ് നിർബന്ധം. നമ്മളിപ്പം എല്ലാം നമ്മളിത് ഓഫാക്കി വെച്ചിരിക്കണം. ലൈറ്റ് എന്തായാലും ഇട്ടേക്കാം. ഓക്കെ, തിരിയാനുള്ള സ്ഥലം എത്തിയല്ലോ. ഞാൻ പിന്നെ എടുത്തുകൊണ്ടൊക്കെ പോവാണ്. ഓക്കെ, ബൈ നമ്മൾ ഇതിനകത്ത് ഗൈസ്, നമ്മൾ ട്രാഫിക് മോഡൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേരള ടൈപ്പ് തന്നെ ട്രാഫിക് മോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും നമുക്ക് കുറച്ച് ട്രാഫിക് മോഡൊക്കെ ആഡ് ചെയ്യണം. നമ്മൾ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ എന്തുവാ നമ്മൾ കേരള മാപ്പ് ആഡ് ചെയ്യുമ്പോഴേ നമുക്കതെല്ലാം കൂടെ ചെയ്യാൻ തന്നു. പക്ഷേ നമുക്ക്
ബൈ നമ്മൾ കേരള മാപ്പിൻ്റെ ഇതൊക്കെ പോയായിരുന്നു, അപ്പം അതൊന്നും നമുക്ക് കിട്ടിയില്ല. ഓക്കേ, എനിക്ക് ആക്ച്വലി ട്രക്കും ഓടിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഇതില്ലേ നമ്മൾ ഈ യൂറോ ട്രക്കിൻ്റെ ട്രക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്മൂത്തായി വണ്ടി ഓടിക്കാൻ, സൂപ്പറാ. എൻ്റെ ഓഡിയോ നിങ്ങൾക്ക് നല്ലോണം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ കേട്ടോ, കമൻറ്റ് ചെയ്തൊന്ന് പറയണേ. നമുക്ക് അടുത്ത ആഴ്ച മാക്സിമം അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ആഴ്ച തന്നെ ഇടാൻ ഞാൻ ശ്രമിക്കാം. അടുത്ത വീഡിയോയിൽ തന്നെ നമുക്ക് കേരള മാപ്പ് എല്ലാം ആക്കി നമുക്ക് സെറ്റാക്കാൻ നോക്കാം. അതിനകത്ത് ഞാൻ സുമത്ര മാപ്പ് ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഞാൻ ആ ഫയൽ തരാം. പേയ്മെൻ്റാണ് ഗൈസ്. നമുക്ക് കാരണം പറഞ്ഞാൽ ഈ സുമത്ര മാപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ നമ്മളെ പറ്റിക്കുമ്പോൾ അത് നമുക്ക് SCS എന്ന് പറഞ്ഞ ഫയലിലാണ് നമുക്ക് വേണ്ടത്. SCS ഫയൽ എന്ന് പറയുമ്പോൾ എന്നാലേ നമ്മുടെ ഗെയിമിനകത്ത് ആക്റ്റീവ് ആവത്തുള്ളൂ. അപ്പം കുറേ ആൾക്കാർ എന്നെ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ യഥാർത്ഥ ഫയൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ഇതാക്കിയിട്ട് വേണം എനിക്ക് കളിച്ച് നോക്കിയിട്ട് വേണം, എല്ലാം ഇതാക്കിയിട്ട് വേണം എനിക്ക് നോക്കാനായിട്ട്. അപ്പം നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാനത് സെല്ല് ചെയ്യുന്നതായിരിക്കും ഗൈസ്. സെല്ലിങ്ങൊക്കെ എന്നെ പേഴ്സണൽ വാട്സപ്പിലോട്ടൊന്ന് DM മെസ്സേജ് അയച്ചാൽ മതി. നമ്പരൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പം 2 കാറുകൾ പോകുന്നുണ്ടല്ലോ, ഇപ്പോൾ ഇതിൻ്റെ സ്പീഡൊക്കെയാണ് ഗൈസ് നമ്മൾ 90 ഇങ്ങനെ സ്റ്റക്കാവും കേട്ടോ. 90 സ്റ്റക്കാവും ഇതിൻ്റെ സ്പീഡ്. ഇപ്പോൾ ഇതിൻ്റെ പുതിയ സ്പീഡ് അങ്ങനെ 90 സ്റ്റക്കാവും. അത് എന്തുവാന്ന് എനിക്കറിയത്തില്ല. അത് നമുക്ക് എന്തെങ്കിലും കൂട്ടാനൊക്കുമോ എന്ന് എനിക്കറിയത്തില്ല. 108 നമുക്കൊരു 50 കിലോമീറ്ററിൽ നമുക്ക് അയ്യോ വഴി മാറിപ്പോയി. കുഴപ്പമില്ല, പോവാം. വഴി മാറിപ്പോയി ഗൈസ് ചെറുതായിട്ട്. ബാക്കിൽ വണ്ടി ഉണ്ടല്ലോ. ഇടിക്കല്ലേ. ഓക്കെ. ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയതാ ഗൈസ്. കുഴപ്പമില്ല, നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ആ റൗണ്ട് അപ്പ് നിന്ന് കറങ്ങി നമുക്ക് പോകണം, കുഴപ്പമില്ല. അപ്പം നമ്മളെന്തുവാ പറഞ്ഞു നിർത്തി? അത് നമുക്ക് എന്തെങ്കിലും മാറ്റാൻ ഒക്കുമോ നോക്കണം. നോക്കിയിട്ട് വേണം നമുക്ക് ഇതാക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ പറ്റത്തില്ലല്ലോ. ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് ഗൈസ് പറയുക, നമുക്കാണെങ്കിൽ ഈ റോഡിലൊക്കെ നമുക്കിങ്ങനെ കാണിക്കും. വണ്ടി ജസ്റ്റ് ഒന്ന് ഇടിച്ചതാ. പോട്ടെ, അയാൾ പോട്ടെ. അയാൾ പോയിട്ടാണ് നമുക്ക് പോവാൻ. ഈ 2 വഴിക്കുള്ള ഇത് കൊടുത്ത. പിന്നെ നമ്മൾ യൂറോപ്പിൽ നമ്മൾ പറയുക, ഈ റോഡിൻ്റെ നിയമമൊക്കെ സ്ട്രിക്റ്റാണ് ഭയങ്കര. യൂറോപ്പിലല്ല, എല്ലാ രാജ്യത്തിലും സ്ട്രിക്റ്റാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം ഞാൻ സ്കൂൾ ലീവിനൊക്കെ ഞാനൊന്ന് ഓസ്ട്രേലിയ പോയായിരുന്നു. ഓസ്ട്രേലിയയിലും ഭയങ്കര സ്ട്രിക്റ്റാണ് അവിടെയൊക്കെ. ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ്. അത് നമ്മൾ തെറ്റിച്ചാൽ നമ്മുടെ ലൈസൻസും ബാനാവും, പിന്നെ നമ്മുടെ വണ്ടിയുടെ ആശ്രയം ബാനാവും. അങ്ങനെ ഐസ് അവിടുത്തെ നിയമം. ഓക്കെ, ഈ ട്രക്കിനെ മറികിടക്കണമെന്നുണ്ട് എനിക്ക്. നോക്കട്ടെ. ഇങ്ങനെ ട്രക്കിൻ്റെ അടുത്ത് നമ്മൾ മുട്ടാറാക്കാൻ പോകുമ്പോണ്ടല്ലോ, ഇത് നമുക്കിങ്ങനെ ശബ്ദം ഉണ്ടാകും. ഞാൻ 4D ഡ്രൈവിലിട്ടു. നമ്മൾ 4D ഡ്രൈവിൽ നമ്മൾ റോഡിലിട്ട് ഓടിക്കാൻ പാടില്ല. നമ്മൾ സാധാരണ കുഴിയിൽ പെടുമ്പോൾ നമ്മൾ ഇടുന്നതാണ്. അതും വണ്ടി ഇടിച്ച്. ട്രക്ക് ഫാമായല്ലോ ട്രക്ക്. പിന്നെ അത് നമ്മളിനിപ്പോൾ ആ നമ്മൾ 4 വീലിട്ട് ഓടിക്കാൻ പാടില്ല.
അതങ്ങനെ ഗൈസ്, നമ്മൾ ട്രക്ക് ഓടിക്കുന്ന ആൾക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഓ പിന്നെ അടിച്ച് വായനയൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഗൈസ് ഇടിച്ച് തഞ്ചരാക്കിയൊക്കെ പോകും. ഇന്ത്യ ലൈറ്റ് ഇല്ലേ ഇവിടെ? ഓ സോറി ഗൈസ്, ഇന്ത്യയുടെ ലൈറ്റ് ഇല്ലേ? അയ്യോ, അതൊക്കെ എൻ്റെ എന്തുവാ ആക്ടിവേറ്റ്. അതാ ഗൈസ് കളർ കോഡില്ലാത്ത പോകുന്നത്. ഓ ലൈറ്റൊക്കെ നമ്മൾ സെറ്റാ. ഓക്കെ, ഇപ്പോൾ 50 കിലോമീറ്റർ ആവാറായല്ലോ. നമുക്കിന്ന് ഒറ്റ അടിക്ക് പോയാലോ ഗൈസ്? ഒറ്റയടിക്ക് പോകാൻ നമുക്ക് നോക്കാം. എന്തായാലും ഒറ്റയടിക്ക് പോകാം, അതാ നമുക്ക് ബെറ്റർ. നമ്മളെന്തായാലും ഇത്ര കിലോമീറ്ററിലോട്ട് വന്നു. തിരിച്ച് റിട്ടേൺ ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. സാധാരണ ഇത്രയും ചെറിയ ഓട്ടോ ഒന്നും എടുക്കാത്ത, ഞാൻ 300 കിലോമീറ്ററിൻ്റെ ഒക്കെ ഓട്ടോ ഒക്കെ എടുക്കുന്നത് സാധാരണ. എന്തായാലും നമുക്ക് നോക്കാം. പോട്ടെ. പെട്ടെന്ന് നമ്മൾ ചവിട്ടി വിട്ടാണ്ടല്ലോ ഗൈസ്, നമ്മൾ പെട്ടെന്ന് എത്തും ചവിട്ടി വിട്ട. ഇപ്പം 90 പിടിച്ചിരിക്കും. 90, ഇപ്പം 89 സ്പീഡ്. ഇപ്പോൾ 90 പിടിച്ചിരിക്കും. ഞാനിപ്പോൾ വളയുന്നതുകൊണ്ടാണ് സ്പീഡ് കുറയുന്നത്. ഇപ്പോൾ 90 പിടിച്ചിരിക്കുവേ. ഞാൻ ലൈനൊന്ന് ചെറുതായിട്ട് മാറട്ടെ, ബാക്കിലൊക്കെ വണ്ടിക്ക് പോകാനായിട്ട്. ഓക്കെ, എനിക്ക് ഈ ക്യാബിന് ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അല്ലെ ഗ്രാഫിക്സ് ഒക്കെ ഒരു രസമില്ല പ്ലീസ്. ഞാൻ അൾട്രയിലാണ് ഇട്ട് ഗ്രാഫിക്സ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഡേയിലായിരുന്നെങ്കിൽ ഓക്കെ, പിന്നെയും കുഴപ്പമില്ലായിരുന്നു. എവിടെയെങ്കിലും സ്ലീപ്പിങ്ങിന് ഇതുണ്ടോ എന്ന് നോക്കാം. സ്ലീപ്പിങ്ങിൽ ഓക്കെ, സ്ലീപ്പിംഗ് ഒന്നും കാണാനില്ല. നമുക്ക് തിരിയാനുള്ള സ്ഥലമുണ്ട് കേട്ടോ, നമുക്ക് തിരിയാനായിട്ട്. എത്തി. ഓക്കെ, നമ്മൾ ഹൈവേ നിറയെ വേറൊരു ചെറിയ ഹൈവേയിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഉറങ്ങിയിട്ട് രാവിലെ ഡെലിവറി കൊടുത്താൽ മതിയായിരുന്നല്ലേ. വേണ്ട, ഒരു ബസ് അല്ല ഇത് പോന്നു. സ്കാനിയുടെ വണ്ടി ഒരെണ്ണം പോന്നു. വഴി എത്തിയോ എന്ന് ഡൗട്ട്. ഓ, ഞാൻ ഓർത്ത് ഇപ്പം ഇടിക്കുന്ന കണ്ടക്ടറെ ഇടിച്ചു. ഓക്കെ സെറ്റ്. ഇവിടെ ഉറങ്ങിയിട്ട് വല്ലതും കൊടുത്താൽ മതിയല്ലോ. ഓ, മനുഷ്യന് ഉറക്കം വന്നിട്ട് പോയി. 1 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസാണ്. അപ്പം ഉറങ്ങിയിട്ട് നമുക്ക് വല്ലതും കൊടുക്കാം. ഫ്രണ്ടിലോട്ട് പോവാം. ഫ്രണ്ടിലോട്ട് പോയിട്ട് നമുക്ക് ഉറങ്ങാനുള്ള സെറ്റപ്പ് ആക്കിയിട്ട് കൊടുക്കാം. ഉറങ്ങാൻ പറ്റുമെന്ന് നോക്കട്ടെ ആദ്യം. എൻ്റെ ഡൗട്ട് ഉറങ്ങാൻ പറ്റുമെന്നാണ്. ഉറങ്ങാൻ പറ്റുമായിരിക്കും. ഓ, നമ്മൾ ഈ ഗ്യാരേജ് പൊട്ടനാണോ ചെറിയ ഡൗട്ട് കേസ്. ഗ്യാരേജ് നമ്മൾ മേടിച്ചെന്നാണ് തോന്നുന്നത്. ഉറങ്ങാൻ പറ്റുമോ നോക്കാനായിട്ട് വന്ന ആളാണ് നമ്മൾ.
നമുക്ക് അകത്തൂടെ കയറിയിട്ട് വരാം. തിരിക്കാൻ പറ്റുമോ ഇങ്ങനെ? ഷടാ, നമ്മൾ ഉറങ്ങാൻ പറ്റുമോ നോക്കാൻ വന്നത് നമ്മൾ ഇത് മേടിച്ചിട്ടാണല്ലോ ഐസ് നോക്കുന്നത്. പൊട്ടനാണേ. ഷടാ, കുറഞ്ഞിട്ട് പോകാന്ന് വെച്ചിട്ട് എന്നാൽ ഒരു കാര്യം ചെയ്യിക്കും, നമുക്കിപ്പോൾ ലോഡ് ഇറക്കിയേക്കാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ, നിങ്ങൾക്ക് നല്ലത്, എനിക്ക് നല്ലത്. ഉറങ്ങാൻ പറ്റുമോ നോക്കാൻ വേണ്ടി ഇരുന്നതാണ്, പക്ഷെ പറ്റിയില്ല. അയ്യോ അയ്യോ, നമ്മളെന്തായാലും എത്തി കേട്ടോ, നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട്. ഞാൻ ഇതെടുക്കുന്നു, ഇതാ നല്ലത്. നമുക്ക് എപ്പോഴും ഓട്ടിക്കുമുണ്ടല്ലോ, നമ്മൾ ഈ സ്ക്രീൻ വിട്ടാണോ ഓട്ടിക്കാൻ നമുക്ക്, അപ്പോൾ നമുക്കറിയാമല്ലോ. ആദ്യം ഫ്രണ്ടിൽ നോക്കണം നമ്മളിങ്ങനെ കയറുന്നുണ്ടോ എന്ന്. ഓക്കെ, കയറുന്നുണ്ട്, നമ്മൾ കയറുന്നുണ്ട് കേട്ടോ. പുറത്തോട്ടാണല്ലോ നമ്മൾ കയറുന്നത്. ഓക്കെ, നമുക്ക് ബാക്ക് എടുക്കാം, പതുക്കെ ഇനി ബാക്ക് എടുക്കാം. ബാക്ക് ഇച്ചിരി കൂടിയപ്പോഴേക്ക് ഓക്കെ സെറ്റ്. ബ്രേക്ക് ഇട്ടു, നോക്കി. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ റൈഡ് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ബബിളൂട്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യുന്നത് എന്തുവാ, നമുക്കെന്തുവാ മാക്സിമം നമുക്ക് എന്തെങ്കിലും പറ്റുമോ നോക്കാനാണ് നമ്മൾ നോക്കുന്നത്, നമ്മുടെ എന്തുവാ മാപ്പിന് വേണ്ടിയിട്ട്. അപ്പം അതുവേണ്ടി അത് നമുക്ക് നോക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് സഹകരിച്ചാൽ നമ്മൾക്ക് നോക്കണ്ടേ. ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റുമോ നോക്കാം. മൊബൈലിനോട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.